ലോകമെമ്പാടും ഇന്ന് പ്രണയദിനമായി ആഘോഷിക്കുമ്പോഴും എങ്ങനെയാണ് ഈ ദിവസം വന്നതെന്ന് അധികം ആർക്കും അറിയില്ല. വിശുദ്ധ വാലന്റൈൻ്റെ മരണ ദിവസമാണ് പ്രണയദിനമായി നമ്മൾ ആചരിക്കുന്നത്. ആരായിരുന്നു വിശുദ്ധ വാലന്റൈൻ? റോമൻ ചക്രവർത്തിയുടെ ക്രൂരതകൾക്കെതിരെ പോരാടിയും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചും വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഒരു പുരോഹിതനാണ് വിശുദ്ധ വാലന്റൈൻ. AD 3-ാം നൂറ്റാണ്ടിൽ റോം ഭരിച്ചിരുന്ന ക്ലോഡിയസ് രണ്ടാമൻ ചക്രവർത്തി യുവാക്കൾ വിവാഹം കഴിക്കുന്നത് നിരോധിച്ചിരുന്നു. വിവാഹിതരായ പുരുഷന്മാർ മികച്ച സൈനികരാകില്ല എന്ന തെറ്റായ വിശ്വാസമായിരുന്നു ഇതിന് പിന്നിൽ. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹസന്ദേശത്തിൽ വിശ്വസിച്ചിരുന്ന വാലന്റൈൻ എന്ന പുരോഹിതൻ ദൈവത്തിനു മുന്നിൽ പ്രണയിതാക്കളെ രഹസ്യമായി വിവാഹം കഴിപ്പിച്ചുകൊണ്ട് ഈ നിയമത്തെ വെല്ലുവിളിച്ചു. ഈ നിയമലംഘനം അറിഞ്ഞ ചക്രവർത്തി അദ്ദേഹത്തെ തടവിലാക്കി. തടവറയിൽ കഴിയുമ്പോഴാണ് വാലന്റൈൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം സംഭവിക്കുന്നത്. അദ്ദേഹത്തെ പാർപ്പിച്ചിരുന്ന ജയിലിന്റെ സൂക്ഷിപ്പുകാരനായ അസ്റ്റീരിയസിന് ജനനം മുതൽ അന്ധയായ ഒരു മകളുണ്ടായിരുന്നു. വാലന്റൈൻ്റെ ദൈവവിശ്വാസത്തെ പരിഹസിച്ച അസ്റ്റീരിയസ്, നിന്റെ ദൈവം സത്യമാണെങ്കിൽ എൻ്റെ മകൾക്ക് കാഴ്ച നൽകട്ടെ എന്ന് വെല്ലുവിളിച്ചു. വാലന്റൈൻ ആ പെൺകുട്ടിയുടെ തലയിൽ കൈവച്ച് തീവ്രമായി പ്രാർത്ഥിച്ചു. പെട്ടെന്നൊരു പ്രകാശധാരയുണ്ടാവുകയും അവൾക്ക് കാഴ്ച ലഭിക്കുകയും ചെയ്തു. ഈ അത്ഭുതം കണ്ട അസ്റ്റീരിയസും കുടുംബവും പിന്നീട് ക്രിസ്തുമതം സ്വീകരിച്ചു. ക്രിസ്തുവിശ്വാസം ഉപേക്ഷിക്കാൻ വാലന്റൈൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ക്ലോഡിയസ് ചക്രവർത്തി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. AD 269 ഫെബ്രുവരി 14 അദ്ദേഹത്തെ ശിരശ്ഛേദനം ചെയ്തു. മരണത്തിന് തൊട്ടുമുമ്പ് താൻ കാഴ്ച നൽകിയ ആ പെൺകുട്ടിക്ക് അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി. അതിൽ ഒപ്പിട്ടിരുന്നത് ഫ്രം യുവർ വാലന്റൈൻ എന്നായിരുന്നു. ഇതാണ് ഇന്നും ലോകം കൈമാറുന്ന വാലന്റൈൻ സന്ദേശങ്ങളുടെ തുടക്കം.